ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് ഷഹാദത്ത് ചെല്ലുന്നത് ഒരു 15-ാം വയസ്സിലൊക്കെ ആയിരിക്കും. 10ാം ക്ലാസ് അല്ല, ഒരു 9-10 പഠിക്കുന്ന സമയത്തായിരിക്കും മനസ്സുകൊണ്ട് ആദ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഷഹാദത്ത് പറയുന്നത്. അതിന് മുമ്പേ മുസ്ലിമാണെന്ന് വെച്ചാൽ മുസ്ലിമാണ്. പക്ഷേ ഞാൻ മുസ്ലിം ആവാനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്താണല്ലോ. പഠിച്ചവനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയത്താണ്. അന്നത്തേന് ശേഷം എനിക്കുണ്ടായ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡോ ഒരു ഈമാനോ പിന്നെ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചവനെന്താ എനിക്ക് അതിന് ശേഷം അങ്ങനെ കിട്ടാത്തത്. ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള സമയവും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടും ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. ഇന്ന് പോരാ, ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്റ്റു ദ മാർക്കായിട്ടില്ല, സ്റ്റാൻഡേർഡ് ഹിറ്റായിട്ടില്ല, ഇനിയും സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുണ്ട്. 1,00,000 ഓരോ റക്കാഴത്തിനും അല്ലെങ്കിൽ ഓരോ നമസ്കാരത്തിനും 1,00,000 തവണ പ്രതിഫലം കിട്ടുന്ന മക്ക വിട്ടിട്ടാണ് ബഹുഭൂരിപക്ഷം സഹാബാക്കളും ഹജ്ജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രം വെച്ചിട്ട് സഹാബാക്കളുടെ എണ്ണങ്ങളൊന്നും ഇന്നെന്തില്ല, മഴയിലോ ബക്കയിലോ ഒന്നുമില്ല. അവരൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഒട്ടകം അങ്ങനെയാണ് അതിനെ ഉപമിക്കുക. ഒട്ടകം തിരിഞ്ഞു നിന്നത് എവിടെയാണോ ആ ദിശയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ പ്രബോധനം എന്നുള്ള ഒരു ഉദ്ദേശമായിട്ട്. നമ്മളിന്ന് ദഅവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും, അവർക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, നമുക്കെന്തില്ല, ദഅവത്ത് ഞങ്ങളെ ഫീൽഡല്ല, അത് നമുക്ക് പറ്റുക. ഇങ്ങനെ ഒരാളോട് അത് പറയാം, നമ്മളൊരു സഹോദരൻ മുസ്ലിമാണെങ്കിൽ അയാളോട് എങ്ങനെ ഇത് പറയാം? അതെന്തല്ല, അതൊരു ഓപ്ഷനല്ല. എൻ്റെ ഒരു സഹോദരൻ ഇപ്പം നിങ്ങളെ കൂട്ടത്തിലൊരാൾ ഈ ബാൽക്കണിയിൽ നിന്ന് എടുത്ത് ചാടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്ത് വില കൊടുത്തു എങ്ങനെ അതിൽ നിന്ന് അവനെ തടയോ, അതേ ഒരു എനർജി ശരിക്കും നമുക്ക് എന്തിലുണ്ടാവും. അള്ളാഹു അരുത് എന്ന് പറഞ്ഞ, അള്ളാഹു സെറ്റ് ചെയ്ത ഹുദൂദുകൾ തെറ്റിക്കുന്ന ഏതൊരു സഹോദരനെ കണ്ടാലും ശരിക്കും നമുക്ക് ഉണ്ടാവണം എന്നുള്ളൊരു ബോധ്യമാണ് ഹജ്ജ് ശരിക്കും ഒരു മനുഷ്യനിൽ ഉണ്ടാക്കേണ്ടത്. ഹാജി ആവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ 5 കർമ്മങ്ങൾ പൂർത്തിയാക്കുകയല്ല, ഇസ്ലാമിൻ്റെ ബാക്കി 4 കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആ കലിമത്ത് തൗഹീദ് ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തോടെ തിരിച്ചു വരലാണ്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്താ ഇവിടെ പറഞ്ഞു വെച്ചാൽ, അറഫയുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ഇതാണ്. പിന്നെ അങ്ങോട്ടൊരു വെപ്രാളാണ്. എന്താ വെച്ചാൽ പടച്ചവനോട് ചോദിച്ചു തീർക്കാനുള്ളൊരു ലിസ്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും വന്നത്. കാരണം നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഓരോ ആളുകളും നിങ്ങളുടെ അമാനത്ത് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അമാനത്തിനെ കുറിച്ച് 2 ദിവസം മുമ്പ് ക്ലാസ് കിട്ടിയപ്പോഴുള്ള മാനസികാവസ്ഥ പറഞ്ഞല്ലോ, ഇതൊരു അമാനത്താണല്ലോ. അപ്പം ഇത് നിറവേറ്റണം. ലിസ്റ്റ് എടുത്തുങ്ങാണ്ട് ദുആ തുടങ്ങുന്നതിന് മുന്നേ അമീർ എന്ത് ചെയ്തു, എല്ലാവരും വിളിച്ച് മാറ്റിയിട്ട് കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥന. ശരിക്കും ആ പ്രാർത്ഥന കഴിയുന്നതോടെ തന്നെ കൂടുതൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും സ്ത്രീകളും പുരുഷന്മാരും, ജീവിതത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എനിക്കെന്താ കരച്ചിൽ വരാത്തത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പൊട്ടിത്തേക്കി കരയുന്നത് ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒരാൾ പറഞ്ഞ് ഞമ്മക്ക് ദുആ ചെയ്യാനുള്ളതൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്, അമീർ ദുആ ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങളെന്താ ദുആ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവില്ല ലിസ്റ്റ്, ഒരാളെ പേരെടുത്ത് പറയുക എന്നുള്ള പ്രോസസ്സ്. അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞ്, അതായത് അസറിൻ്റെ സമയം ആവുന്നുള്ളൂ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ പടച്ചോനെ സംഭവം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാ അമാനത്തുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളതൊക്കെയും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് റിയലൈസേഷൻ ഹിറ്റാവാം. അറഫ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവ് എന്നുള്ള അർത്ഥം. എന്നെ സംബന്ധിച്ചിടത്തോളം അറഫ എന്താണെന്ന് വെച്ചാൽ ആ റിയലൈസേഷൻ ആയിരുന്നു. ഞാൻ ഇത്ര ഉള്ളൂ, എനിക്ക് നിനക്ക് എന്താ വേണ്ട ഞാൻ തരാമെന്ന് വന്ന് പഠിച്ചോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും എനിക്ക് ചോദിക്കാനുള്ള സാധനം എന്തുള്ളൂ, ഒരു 1.5-2 മണിക്കൂറിൻ്റെ കാര്യമില്ല. ശരിക്കും അതുമില്ല. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരാളെ പേരെടുത്ത് പറയണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? പഠിച്ചോൻ അറിയാനിട്ടല്ലോ നമ്മളെ മനസ്സിലാരെ പേരുണ്ടെന്ന്. ജനറലി നമുക്ക് എന്താ ചോദിക്കാണ്ടാവുക, ആഫിയത്തിന് ചോദിക്കാണ്ടാവും, റിസ്കിൻ്റെ വിശാലത തൊയ്യീബാണോ ഹലാലാണോ നമുക്ക് ചോദിക്കാണ്ടാവും. അതിൻ്റെ പല ഫോർമാറ്റുകളാണല്ലോ പിന്നെ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചോദിക്കാണ്ടാവും, നമ്മൾ ആഖിറത്ത് നന്നാക്കണമെന്ന് ചോദിക്കാണ്ടാവും, രോഗശമനത്തിന് വേണ്ടി ചോദിക്കാണ്ടാവും, നല്ലൊരു ആഖിബത്തിന് വേണ്ടി ചോദിക്കാണ്ടാവും, ജന്നത്തിന് വേണ്ടി ചോദിക്കാണ്ടാവും. ഇതല്ലാതെ ഒരു മനുഷ്യൻ എന്താ ചോദിക്കാനുള്ളത്? ഇത് ഞാനൊരു പഠിച്ചവൻ്റെ അടുത്ത് ചോദിക്കാനുള്ള സ്കോപ്പ് ഇത്രേ ഉള്ളൂ. പിന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്താ വെച്ചാൽ പടച്ചവനോട് ദുആ ചെയ്യുന്നതിൻ്റെ ഇഷ്ടം കൊണ്ടും പടച്ചവൻ ദുആ ചെയ്യണം നമ്മളോട് പറഞ്ഞുകൊണ്ടല്ലേ. ശരിക്കും വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ ശരീരവും സമ്പത്തും നമ്മൾ എന്തിനു വേണ്ടി വിറ്റിട്ടുണ്ട്,
അള്ളാഹ്ക്ക് സ്വർഗത്തിന് വേണ്ടി വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു സാധനമാണ്. ഞാൻ ഇത്ര ഉള്ളൂ, എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര ഉള്ളൂ, പടച്ചോൻ എനിക്ക് ഇത്ര ബുദ്ധിയെ തന്നിട്ടുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ്. പിന്നെ അങ്ങോട്ട് ആ ചോദ്യം കഴിഞ്ഞിട്ട് പടച്ചോനോട് ഒന്നും ചോദിക്കാനില്ല. പടച്ചോനെ നീ എനിക്ക് എന്ത് തന്നു അതിൽ ഞാൻ തൃപ്തനാണ്, നീ എന്തൊക്കെ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ടോ, എന്തൊക്കെ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ തൃപ്തനാണ്, നീ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ഞാൻ നിൽക്കുന്നു എന്നുള്ളൊരു വൈബില് പിന്നെ അങ്ങോട്ട് നിന്നൊരു സമയവും ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ആ സമയം നിന്ന നിപ്പിൽ തോന്നിയ പല കാര്യങ്ങളാണ് ഇപ്പോൾ ലൈഫിൽ ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം കുറേ കാര്യങ്ങൾ. അമീർ ഇങ്ങനെ പറയായിരുന്നു, ഓരോരാൾക്കും ഓരോ സമയത്ത് തോന്നും എൻ്റെ ഹജ്ജ് ഈ സമയത്ത് സ്വീകരിക്കപ്പെട്ടു നമുക്ക് തോന്നും. അന്ന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഹജ്ജ് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കൺസേൺ പടച്ചോനെ ഹജ്ജ് സ്വീകരിക്കണേ, പടച്ചോനെ ഹജ്ജ് സ്വീകരിക്കണേ, പടച്ചോനെ ഹജ്ജ് സ്വീകരിക്കണേ എന്നുള്ളൊരു ദുആ ആയിരിക്കും. ശരിക്കും ഓരോ മനുഷ്യനും അറഫ കഴിഞ്ഞാൽ എന്തുണ്ടാവും, കൃത്യമായ ബോധ്യം ഉണ്ടാവും എൻ്റെ ഷോർട്ട് കമ്മിങ്സ് എവിടെയാണ്, ഞാൻ പടച്ചോനോട് എന്താ ചോദിച്ചത്, എൻ്റെ ഗ്യാപ്പ് എവിടെയാണ്, കൃത്യമായ ധാരണ ഉണ്ടാവും. വളരെ കറക്റ്റായിട്ട് അറിയാം എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണ്, എൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്താണ്. അത് വൃത്തിയായി ജീവിക്കുക എന്നുള്ളൊരു ബാധ്യത നിറവേറ്റി കഴിഞ്ഞാൽ പടച്ചോനുണ്ട് നമ്മളെ ഹജ്ജ് സ്വീകരിക്കാൻ ഒരു പ്രയാസം. നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, പടച്ചോനായിട്ടുള്ള കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റ് നമ്മൾ എന്താ ചെയ്ത്, അലസ്തു റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും ബല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിച്ചൊരു കോൺട്രാക്റ്റ്. നമ്മളെ പലപ്പോഴും അങ്ങനെയാണ്. അതിന് ശേഷം ഒരു മൗത്ത് സംഭവിക്കും. ആ മൗത്ത് സംഭവിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, ആ കോൺട്രാക്റ്റിനെ കുറിച്ച് നമ്മൾ മറന്നു. പടച്ചോൻ ചോദിച്ചോ എന്ന് പറഞ്ഞാലും പടച്ചോനോടെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു പാക്റ്റ് ഉണ്ടാക്കാണ്, ഞാൻ ഇത്ര ഉള്ളൂ, നീയാണ് എൻ്റെ റബ്ബ്, നീ തന്നതേ എനിക്കുള്ളൂ, നീ തന്നതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിന്നെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊരു കോൺട്രാക്റ്റ് പുതുക്കി. ആ പുതുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ദുആ ചെയ്യാനുള്ളതെല്ലാം തീർത്ത് ഞാനത് അവിടുന്ന് ഇറങ്ങുമ്പോൾ പിത്താത്തനോട് പറയുന്നുണ്ട്, സ്പിരിച്വലി പീക്ക്ഡ് ഔട്ടായിരുന്നു, സ്പിരിച്വലി മാക്സ്ഡ് ഔട്ടായി, ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സാധനം എനിക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാനല്ല ലൈഫിൽ. നമ്മൾ നേരെ പോണത് മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറക്കണത് ഒരു റോഡ് സൈഡിലാണ്. അത് ഇറക്കിയതൊന്നുമില്ല പ്രോപ്പർലി. അവർ ആ പാവം ബസ് ഡ്രൈവറിന് ഫൈൻ അടിച്ചിട്ടുണ്ടാവും. ബസ്സിൻ്റെ ഇത് തുറക്കും, കുറച്ചാൾ ഇറങ്ങും, ബസ് കുറച്ച് മുന്നോട്ട് പോകും, അടുത്ത കുറച്ചാൾ ഇറങ്ങും, ചാടി ഇറങ്ങിയതാണ് മുസ്ദലിഫയിൽ ഇറങ്ങണം എന്ന് വെച്ചിട്ട്. കാരണം ചില ബസ്സുകൾ പിന്നെ രാവിലെ കിട്ടൂല. അപ്പോൾ ചിലപ്പോൾ ആ പോക്കിൽ തന്നെ എന്ത് ചെയ്യും, ട്രാഫിക് ആയിരിക്കും, എന്തായാലും ജാം ഉണ്ടാവും. അപ്പോൾ രാവിലെ എത്തുള്ളൂ വെച്ചിട്ട് നേരെ അങ്ങോട്ട് ജംറയിലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയല്ല റോഡ് സൈഡിൽ മുസ്ദലിഫയിൽ. റോഡ് സൈഡിൽ ഇറങ്ങി നമുക്കറിയാലോ, ചിലപ്പോൾ നമ്മളൊരു ഫ്രീ റൈറ്റ് എടുക്കുമ്പോൾ കുറേ മണ്ണുള്ള സ്ഥലം റൈറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കുറേ പാറയും മണ്ണൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവിടെ അങ്ങോട്ട് വിരിച്ച് കിടക്കണം. മേലെ നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ മുസ്ദലിഫയിലെ ആകാശം നോക്കി ഉറങ്ങണം എന്നൊക്കെ ഉണ്ടല്ലോ. ആകാശം നോക്കി കഴിഞ്ഞാൽ വാഡ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവും, കണ്ണ് മേലൊക്കെ നോക്കാൻ കഴിയില്ല, അത്രയും ബ്രൈറ്റ് ആയിരിക്കും. സൈഡിൽ ഈ ബസ്സുകൾ പാഞ്ഞുകൊണ്ടിരിക്കുക, റോഡ് സൈഡിലാണിത്. മാത്രമല്ല പൂഴിയാണല്ലോ, പൊടി ഇങ്ങനെ അടിച്ചുകൊണ്ടുണ്ടാവും ഫുള്ള്. മാത്രമല്ല ബസ്സിന്റെ ശബ്ദം, ഹോണിന്റെ ശബ്ദം, പോലീസുകാരുടെ ശബ്ദം, ഈ സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികം വിചാരിക്കും ഒരു മനുഷ്യരിൽ എങ്ങനെ ഉറങ്ങാം. നിന്റെ ഇത്താത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഒരാൾ സൈഡിലുണ്ടായിട്ട് ഞാനിപ്പോൾ ഡോറിന്റെ ഹാൻഡിൽ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇത്താത്ത ഉറങ്ങുന്ന റൂമിൽ ഇത്താത്ത എണീക്കും, എന്നിട്ട് ഫുൾ കച്ചറയ്ക്കാരാണ്. ഓള് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് രാത്രി കുഞ്ഞിനെ പോലെ ഉറങ്ങിയിട്ടുണ്ട്. പറഞ്ഞല്ല, നമ്മളെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ ഒരു മൗത്ത്, അറഫയിലുള്ള കോൺട്രാക്റ്റിന് ശേഷം മൗത്ത് പോലെ നമ്മൾ ഉറങ്ങും. ഞാൻ മരണപ്പെട്ടു പോയി എന്ന് തോന്നുന്ന പോലെ. കാരണം എണീറ്റ് കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ എണീക്കുക. ശരിക്കും ഒരു 2-3 മണിക്കൂർ ശരിക്കും അന്ന് രാത്രി നമ്മൾ ഉറങ്ങുന്നുള്ളൂ. പക്ഷെ എല്ലാവരും ആ സമയത്ത് എണീക്കും, തഹജ്ജുദ് എണീക്കും. എന്നിട്ട് ആ സമയത്ത് എണീച്ചിട്ട് നമ്മൾ ആലോചിക്കും, എന്ത് റാഹത്തായി ഉറക്കനും, ഈ സാഹചര്യത്തിൽ ഞാൻ ഉറങ്ങിയോ എന്ന് അത്ഭുതപ്പെട്ട് തോന്നിപ്പോകുന്ന രൂപത്തിൽ ഉറങ്ങും. ആ എണീറ്റിൽ കഴിഞ്ഞാൽ എനിക്കന്ന് ശരിക്കും ഫീൽ ചെയ്തത് ഇതുപോലൊരു മൗത്ത് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട് കോൺട്രാക്റ്റിന് ശേഷം. ഇനി അങ്ങോട്ടുള്ള ജീവിതം പടച്ചോൻ എന്ത് ചെയ്യാണ്, നമ്മൾ പറയല്ല ഹജ്ജ് ചെയ്ത് വന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലെയാണ്. കുഞ്ഞിനെ പോലെ ഫീൽ ചെയ്യുന്നത് മുസ്ദലിഫയിൽ എണീക്കുമ്പോഴാണ്. ഓൾ ക്ലിയർ, റെക്കോർഡ് ഈസ് ന്യൂ, നൗ ഐ സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് എണീറ്റിട്ട് ആദ്യത്തെ നിസ്കാരം ഉണ്ടല്ലോ, അതിൻ്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് ശരിക്കും അനുഭവിക്കും. ഞാൻ വീണ്ടും പറയുന്നത്, നേരത്തെ പറഞ്ഞൊരു ആയത്തുണ്ടായിന്, എന്താണ്,
ഈ കിതാബിലുള്ളത് ചില ആയത്തുകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു കൽബുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആ കൽബിനോടൊപ്പം കേൾക്കാൻ റെഡിയായ ചെവികൾക്ക് വേണ്ടി, ചെവികളുള്ളവർക്കും. ചില ആയത്തുകൾ നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അന്നും നമ്മൾ വേറൊരു ആയത്ത് അനുഭവിക്കും. എന്താ വെച്ചാൽ സൂറത്തുൽ ഹജ്ജിനെ കുറിച്ചാണെന്നുള്ളത് എനിക്ക് കത്തണത് പിന്നെയാട്ടോ. സൂറത്തുൽ ഹജ്ജിനെ കുറിച്ചാണെന്ന് പിന്നെയാണ് കത്തണേ. ഹജ്ജ് കഴിഞ്ഞ ഉടനെയുള്ള ആയത്തുകളാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ എന്നുള്ളത്. ആ സമയത്ത് അറഫ ഹജ്ജാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും അതിന് ശേഷമുള്ള നമസ്കാരത്തിൽ എന്താണ് ഈമാനെന്നും എന്താണെന്ന് ഖുശൂഎന്നും ശരിക്കും നമ്മൾ എന്ത് ചെയ്യും? അനുഭവിച്ചറിയും. അത് ഓരോരുത്തർക്കും അവരുടെ അനുഭവം വേറെ തന്നെ ഉണ്ടാവും. എനിക്ക് എൻ്റെ അനുഭവം പറയാൻ പറ്റും. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യാണ്? ശരിക്കും മുസ്ദലിഫേന്ന് കല്ല് പറക്കണം എന്നാണ്. ഏത്? ജമറാത്തിലേക്കുള്ള കല്ല് അവിടുന്ന് പറക്കിയിട്ട് പിന്നെ നടത്താൻ തുടങ്ങണം നമ്മൾ. എന്നാ ചോദിച്ചാൽ എന്താണ്, ഞങ്ങളെ ട്രൂപ്പിന് പാക്കറ്റ് ആക്കിയിട്ട് മിനയിൽ തന്നെ നമ്മളെ കല്ല് എത്തിച്ചിരുന്നു. അപ്പോൾ ഒരു ഭയങ്കരമായ പ്രോസസ്സ് ഉണ്ട് ഹജ്ജിൻ്റെ പിന്നിൽ. ആ പ്രോസസ്സ് ശരിക്കും ആ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെയും ആ ഒരു മാനേജ്മെൻ്റൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഗംഭീര സാധനമാണ്, ഞെട്ടിപ്പിക്കുന്ന സാധനമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു ഈ ഒരു ഉമ്മാക്ക് ഒരു വീൽ ചെയർ ഉപയോഗിക്കാനുണ്ടായിരുന്നു ജമറാത്തിലേക്ക്, മിനയിലുള്ള 2ാമത്തെ ദിവസം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നെക്കാൾ മുമ്പ് ഒരാൾ എന്ത് പറഞ്ഞു? ഞാൻ തയ്യാറാണെന്ന് അന്ന് പറഞ്ഞു. കബീർ സാഹിബ് പറഞ്ഞ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ആൾ. ഞാൻ പറഞ്ഞ നേരത്തെ വെയിൽ കൊള്ളണം എന്നുള്ള നീയത്തിൽ പോയ ആളാണ്. അപ്പോൾ മൂപ്പര് റെഡിയാണ് സേവനത്തിന് വേണ്ടിയിട്ട്. മൂപ്പര് എന്നെക്കാൾ മുമ്പ് യെസ് പറഞ്ഞപ്പോൾ നമ്മളെ അവസരം നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, പടച്ചോനെ എൻ്റെ അവസരം നഷ്ടപ്പെട്ടല്ലോ. പക്ഷെ പടച്ചോൻ എന്നെ നിരാശനാക്കിയില്ല. ജമറാത്ത് പോയി തിരിച്ചു വരുന്ന വഴിക്ക് വേറെ ഒരു സിറിയൻ ഫലസ്തീനി ഫാമിലി ഇതേപോലെ ഒരാൾക്ക് വീൽചെയറിന്താൻ പ്രയാസം ഉണ്ടായിട്ട് എന്നോട് ചോദിച്ച് എന്തോന്ന്. സന്തോഷമായി, കാരണം അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബേജാറിലാണുള്ളത്. എന്തിട്ട് അവരെ സ്ഥലം വരെ എത്തിക്കാൻ പടച്ചോൻ തൗഫീഖ്. അപ്പോൾ നമ്മളെ ഹൃദയത്തിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഓരോ കർമ്മങ്ങളും അതിൻ്റേതായ സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ളൊരു ഇതാണ് ഒരു ട്രൂപ്പും ആ സംഘവും എല്ലാം കൂടെ നമുക്ക് ഒത്തുചേർന്ന് വന്നത്. നമ്മൾ എവിടെയും എത്തിന് കല്ലെറിയാൻ പോവാം. അപ്പോൾ ജമറാത്തിലേക്കുള്ള കല്ലേറ് പോകുന്നതിന് മുന്നേ അമീർ പറഞ്ഞിരുന്നു, ഇപ്പോൾ പോയി കല്ലെറിയുന്ന ആൾ ഇപ്പോൾ പോവും, എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യരുത്, എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് നിങ്ങളെ കൂടെ കയറരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ശരിക്കും ഓരോ കല്ലെറിയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓരോ സാധനം ഉണ്ടാവും. ഇതങ്ങടെ ഇല്ലാതാവണേ പഠിച്ചോനെ, എൻ്റെ കിബിർ അങ്ങടെ ഇല്ലാതാവണേ പഠിച്ചോനെ, എൻ്റെ ഇന്നാലിന്ന ശീലം ഇല്ലാതാവണേ പഠിച്ചോനെ ഒക്കെ പറഞ്ഞിട്ട് എറിയാം. വന്നിട്ട് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മളെ കൂടുതലുള്ള ആളാണ് ടെസ്റ്റിഫൈ ചെയ്യേണ്ടി വരിക. മിക്കവാറും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാലും അതാണുള്ള ഒരു കോൺസെപ്റ്റ്. നമ്മളെ ശൈത്താനിയത്തിനെ നമ്മളങ്ങ് എറിഞ്ഞു തീർക്കാനുള്ള ആ നടത്തത്തിൽ ഞാനും അബ്ദുള്ളക്കാൻ്റെ വൈഫും അങ്ങനെ പ്രായം ചെന്നവരും ഒരുപോലെ നടന്ന്. അമീർ ഓരോ സ്ഥലത്തെത്തുമ്പോൾ എന്ത് ചെയ്യും, പ്രായം ചെന്നവരാണല്ലോ, നമുക്ക് വല്ലാണ്ട് പ്രയാസപ്പെടുത്താം, കുറച്ച് ഇരിക്കേണ്ടി വരും. നമുക്കൊക്കെ കണ്ടിന്യൂസ് നടക്കലായിരിക്കും എളുപ്പം. പക്ഷെ അവർക്ക് എല്ലാവരും ഒരു 1 മണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോൾ ഇരിക്കേണ്ടി വരും. എന്നാലും ഒരു ഫുള്ള് നടന്ന് നമ്മുടെ കൂടെ. അപ്പോൾ അമീർ ഭയങ്കര രസകരമായിട്ട് എന്ത് ചെയ്യും, തമാശ പറഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യും, ഓരോന്ന് എനർജറ്റിക് ആക്കും. അത് എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ. എനിക്കൊക്കെ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് ഞാൻ ജനറലി. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായെന്ന് വെച്ചാൽ ഒന്ന് ഇത്താത്ത നമുക്ക് പൊതുവെ ഒരു പുച്ഛാണ്. എന്താ വെച്ചാൽ ഓളിപ്പോൾ ഓള് പണിയെടുക്കുന്നതല്ലോ, വണ്ടിയിൽ പോകണു, ജോലി എടുക്കുന്നത് തിരിച്ചു വരുന്നു, ഓക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല. നമ്മളൊക്കെ കളിക്കാനൊക്കെ പോകുന്നുണ്ടല്ലോ, നടക്കുന്ന കണ്ട്. ഓളെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയാതെ, ഒരു പരാതി പോലും പറയാതെ, എനിക്കൊരു ക്ഷീണാവുന്നു എന്നോ എനിക്കൊന്ന് ഇരിക്കണം എന്ന് പോലും ത്രൂ ഔട്ട് ഹജ്ജ് പറയാതെ ഇത്താത്തി അൽഹംദുലില്ലാ നമ്മളെ കൂടെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അങ്ങനെ തന്നെ ആ ഒരു മൂഡിലാണ്. അപ്പോൾ അമീർ പക്ഷെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ക്ലോക്ക് ടവർ എവിടുന്ന് കാണും, ജമറാത്ത് മുതൽ കാണും നമുക്ക് ക്ലോക്ക് ടവർ. അപ്പോൾ പറയും ആ ബിൽഡിംഗ് വരെ നടക്കാനുള്ളൂ. സംഭവം 8 കിലോമീറ്റർ കഴിഞ്ഞ് പോകാനുണ്ട്. പിന്നെ പറയും ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ 500 മീറ്റർ നടന്നാൽ മതി. പിന്നെന്ത് ചെയ്യുക, പിന്നൊരു 500 മീറ്റർ നടക്കുക, പിന്നെന്ത് ചെയ്യുക, പിന്നൊരു 500 മീറ്റർ കാണാം. അങ്ങനെ ഒരു 13 റൗണ്ട് നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചളികളും തമാശകളൊക്കെ ആയിട്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചളിയായിട്ട് തോന്നും. പക്ഷെ പ്രായം ചെന്നവരെന്ത് ചെയ്യും, ചിരിച്ച് ആവേശത്തിന് ഇവർക്ക് എന്ത് ചെയ്യും, ഓരോ ക്ഷീണം മറന്നു കണ്ടവരങ്ങോട്ട് നടക്കും. അപ്പം അങ്ങനെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് എന്ത് ചെയ്ത് ജമറാത്ത് വരെ നടത്തി. എന്നിട്ട് തീരെ പറ്റാതായവരെ ജമറാത്ത് കഴിഞ്ഞ് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്ററൊക്കെ ബാക്കി ഉണ്ടായ സമയത്ത് വീൽ ചെയർ കയറ്റി അവരെ വിട്ട്. വീൽ ചെയർ അപാര ബിസിനസ്സാട്ടാ. ഒരു വീൽ ചെയറിന് അവിടെ റേറ്റ് പറയാ 900 ദിർഹംസൊക്കെയാണ്. എന്താ വെച്ചാൽ 1 മണിക്കൂർ വീൽ ചെയറുമായിട്ട് നമ്മളെ
ആ ഒരു ടണൽ ക്രോസ് ചെയ്ത് ഹറമിലെത്തിക്കാൻ. പക്ഷെ കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് മനുഷ്യൻ അവൻ്റെ പീക്കിലെത്തിയിട്ടുണ്ടാവും, പ്രായം ചെന്നവർ പ്രത്യേകിച്ച്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവില്ല, അവർക്ക് ആ സമയത്ത് റേറ്റ് പ്രശ്നം ഉണ്ടാവില്ല. ഹജ്ജ് പൂർത്തിയാക്കണമല്ലോ, അത് എങ്ങനെ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്താണ് വീൽചെയറിലാണ് വീൽചെയർ, സാധനം കംപ്ലീറ്റ് ആക്കണമല്ലോ. അത്രയും താഴ്ന്ന ആളുകൾ അവിടുന്ന് എന്ത് ചെയ്യും, കൊടുക്കണ പൈസ കൊടുത്തുങ്ങാണ്ട് ചോദിക്കണ പൈസ കൊടുത്തുങ്ങാണ്ട് വീൽചെയർ കയറുക ചെയ്യാം. അവർ ഒരു മയമില്ലാത്ത റേറ്റും ആയിരിക്കും പറയാം. പിന്നെ ചിലവർ ബാർഗൈൻ ചെയ്തിട്ട് ഒരു മയത്തിലൊക്കെ എത്തും എന്നല്ലാണ്ട്. അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് 2 പേര് അങ്ങനെയും പോയിരുന്നു. പക്ഷെ അവിടെയും തോന്നിയത് എന്താ വെച്ചാൽ, ഹജ്ജിന് വന്ന് ഓരോരുത്തരും, ഈ പ്രായം ചെന്ന ആളുകൾ മാത്രമല്ല കേട്ടാ, ഒരു മിഡിൽ ഏജ്ഡ് ആയ ആളുകൾ പോലും പറയും എന്താണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വന്ന പ്രായ കറക്റ്റ് പ്രായം. എനിക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇന്നെക്കാളി എങ്ങാണ് കറക്റ്റ് പ്രായം. നമുക്ക് ഓരോരുത്തർക്കും തോന്നും ഇത് ഇത്ര ലേറ്റ് ആക്കണ്ടില്ലേനും. കാരണം നമുക്ക് ഓരോ വർഷം കൂടുന്ന എന്തെങ്കിലും ആയിട്ട് നമുക്ക് ബോഡിയിൽ വെയർ ആൻഡ് ടിയർ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഏറ്റവും പീക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പടച്ചോനെ പോയി കാണണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ അമീറോട് ഇങ്ങനെ ചോദിച്ചു എന്തിനാ ഇങ്ങനെ മുടിയൊക്കെ പിടിച്ച് ഡസ്റ്റൊക്കെ ആയിട്ട്. കാരണം മുസ്ദലിഫയിൽ നമ്മൾ അങ്ങനെ കിടക്കാം. അമീർ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ബാഗിൽ എന്ത് ചെയ്യാം, വിരിപ്പൊക്കെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ജീവിത കാഴ്ചപ്പാട് പോലെ ഒന്നും എടുക്കാതെ വന്നിട്ട് നിങ്ങളെ മേൽവസ്ത്രം എന്താണോ ഉള്ളത് അത് വിരിച്ചിട്ട് മുസ്ദലിഫയിൽ കിടക്കാം. ഞാൻ രണ്ടിന് നമ്മളൊരു മധ്യമോട് പിടിക്കണമല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ ഇഹ്റാമിൻ്റെ തുണി ഞാൻ കരുതിയിരുന്നു. എന്താ വെച്ചാൽ ഈ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഇവിടുന്നൊക്കെ നജസെങ്കിലും പറ്റിയാൽ മാറ്റാനൊരു തുണി വേണമല്ലോ, ഓപ്ഷനിലല്ലോ. അപ്പോൾ ഒരു എക്സ്ട്രാ ഇഹ്റാം തുണി ഞാൻ കരുതിയിരുന്നു. ആ തുണിയിൽ വിരിച്ചിട്ടാണ് ഞാനും അമീറും എന്ത് ചെയ്യുന്നത്, ഒരേ തുണിയിലാണ് ഞാനും അമീറും മുസ്ദലിഫയിൽ കിടക്കണത്. അപ്പോൾ ഈ ഒരു കോലത്തിൽ പോവുക എന്നുള്ളതിനേക്കാൾ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞല്ല. പക്ഷെ അതിൽ ഉണ്ടാവേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ, അറ്റ്ലീസ്റ്റ് ഇൻ്റെ കാലം കൊണ്ട് നടന്ന് എനിക്കെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തെങ്കിലും ഹജ്ജ് പൂർത്തിയാക്കി വരാൻ പറ്റുന്ന ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിയ്യത്തിലുണ്ടാവട്ടെ. നല്ലൊരു സമയം നോക്കിയിട്ടൊന്നല്ല, എത്രയും പെട്ടെന്ന് എന്നുള്ള നിയ്യത്ത് ആജിലൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഫസ്റ്റ് പോസിബിൾ അറ്റംപ്റ്റിൽ എന്ത് ചെയ്യും, ഞാൻ ഹജ്ജ് ചെയ്യും എന്നുള്ള നിയ്യത്ത്. അതിന് വേണ്ടി എനിക്ക് എന്താണോ വേണ്ടത്, ചെക്ക് ലിസ്റ്റ് ഉണ്ടായിക്കോ, അത് മാസത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്തോ. ഇന്ന സമയത്ത് ഇന്ന വർഷം ഞാൻ ഹജ്ജിന് പോകുന്നുള്ളൊരു നിയ്യത്താണ് ഇനി ഇൻഷാ അല്ലാഹ് എന്തുണ്ടാവേണ്ടത്, ഒരു മനുഷ്യരുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ജമറാത്ത് കഴിഞ്ഞു, അവിടെ പോയി കല്ലെറിഞ്ഞു. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ മക്കത്തേക്ക് നടക്കുകയാണ്. അന്ന് നമ്മൾ പോണത് എന്താണ്, അന്ന് ശരിക്കും ജമറാത്തിൽ കല്ലെറിയുന്നത് വരെയാണ് നമുക്ക് എന്തുണ്ടാവുക, ലബ്ബൈക്ക് നമ്മൾ വിളിക്കുക. അപ്പോൾ ലബ്ബൈക്ക് വിളിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് നമ്മൾ ഫുൾ വിളിയേനു, ഒച്ചത്തിൽ വിളിക്കലേനു. അപ്പോൾ ചിലപ്പോൾ പ്രായം ചെന്നവർക്കൊന്നും എന്തുണ്ടാവില്ല, അങ്ങനെ ഒച്ചത്തിൽ വിളിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സാധനമില്ല. പിന്നെ പൊതുവെ മടി കുറവാണ്. അതുകൊണ്ട് എന്താണ്, ഒച്ചത്തിൽ തൊണ്ട പൊട്ടുന്നത് വരെയും വിളിയേനു. അങ്ങനെ ഞങ്ങൾ ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നുകിൽ ഞാൻ ഉറങ്ങായിരിക്കും അല്ലെങ്കിൽ വിളിക്കായിരിക്കും എന്നുള്ള രൂപത്തിൽ നമ്മൾ മാക്സിമം ആ സമയം അങ്ങനെ ഉപയോഗപ്പെടുത്തി പോയേനു. ജമറാത്തിലെത്തുന്നതിന് മുന്നേ അമീർ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഹാനിയെ ഈ ഹജ്ജിൻ്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് ലബ്ബൈക്ക് പറയാനുള്ള അവസരം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്, നേരത്തെ പറഞ്ഞ അതേ ഒരു സാധനം കിക്ക് ചെയ്ത്. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജിൻ്റെ ഒരു സ്പിരിറ്റാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അള്ളാഹുവെ നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി, അള്ളാഹുവെ നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി, ഞാനിവിടെ ഹാജരായിരിക്കുന്നു എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇത് പറഞ്ഞങ്ങാണ്ട് അപ്പോൾ ആ സ്പിരിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ജമറാത്തിൽ കല്ലെറിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ പറയും. ജമറാത്തിൽ കല്ലെറിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ എല്ലാവരും പെരുന്നാളിന് പറയുന്ന പോലെ തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പിന്നെ നടക്കുന്നത്. പിന്നെ തക്ബീറായി നമുക്ക് എന്തെങ്കിലും എല്ലാം ഉണ്ടാവും എപ്പോഴും. അങ്ങനെ മക്കയോളം നടന്ന്, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൊരു ഈ പ്രായം ചെന്ന ആളുകളുടെ കയ്യിലാണ് ഏറ്റവും ഹെവി ബാഗ് ഉണ്ടായത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സാധനം ഒന്നാമത് കുറവാണ് വേണ്ടത്, അവർക്ക് മെഡിസിനും ഫുഡും ഒക്കെ ആയിട്ട് അവർക്ക് അത്യാവശ്യം ഹെവി ബാഗ് ഉണ്ടായിരുന്നു. ഓരും അവിടെ എത്തുമ്പോൾ വല്ലാണ്ട് അവസരമായിരുന്നു. അപ്പം ഞാനും അമീറും എന്ത് ചെയ്ത് വെച്ചാൽ ആ ബാഗ് എടുത്ത് ഹോട്ടലിലേക്ക് പോയി അവിടെ വെച്ചിട്ട് പിന്നെ തവാഫിന് വരാറുണ്ട്. ഇത്താത്താനെ ഇവരെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ ഇത്താത്തക്ക് ആ ഭാഗ്യം കിട്ടി ഓരോ കൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ. ഞാൻ അവിടെ സാധനം വെച്ച് തിരിച്ചു വന്ന് ഏറ്റവും അഫ്ദൽ അന്നേ ദിവസം തന്നെ എന്ത് ചെയ്യാണ്, ബാക്കി ആ തവാഫും സയ്യും കംപ്ലീറ്റ് ചെയ്യാനാണ്, മുടിയെടുക്കലും. അപ്പോൾ ശരിക്കും ജമറാത്ത് കഴിഞ്ഞ് ബലി അറുത്ത് മുടിയെടുത്ത് പിന്നെ തവാഫും സയ്യും ചെയ്യലാണ് അതിൻ്റെ
ഒരു കറക്റ്റ് ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് വരും. അതായത് ഗവൺമെൻറ്റിൽ നമ്മൾ ഏൽപ്പിക്കുക ചെയ്യുക, എന്ത് നമ്മളെ ബലി നമ്മളെ ഏൽപ്പിക്കുക ചെയ്യുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് വിത്ത് ഫോട്ടോ നമുക്ക് ഹജ്ജ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് മുടിയെടുക്കാം, തഹല്ലുലാവാം. അങ്ങനെ മുടിയെടുത്ത് തവാഫ് ചെയ്യാൻ പോയി. തവാഫ് ചെയ്യാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ഔട്ടാണ്. ഒന്നാമെന്താ വെച്ചാൽ ഉറക്കമൊക്കെ കുറവായിരിക്കും ഫിസിക്കലി. നല്ല ലോങ് വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത്. അന്നത്തെ തവാഫ് ശരിക്കും അനുഭവിക്കുക ശരിക്കും ഒരു ഫിസിക്കലി ഇൻറ്റൻസീവ് ആക്ടിവിറ്റി ആയിട്ട് ശരിക്കും ഇപ്പം എനിക്ക് ഭയങ്കര ഫിസിക്കലി ഇൻറ്റൻസ് ആക്ടിവിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ദുആ ചെയ്യുന്നതൊക്കെ ശരിക്കും അവശനായിങ്ങാണ്ടുള്ളൊരു ദുആ ഉണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ തവാഫ് കംപ്ലീറ്റ് ചെയ്യുക. ആ തവാഫിൽ എന്തുണ്ടായിരുന്നു, അന്ന് യാത്ര അയച്ച ഓരോ ആളുകളുടെ പേരുണ്ടായിരുന്നു മനസ്സിൽ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് ഓരോ ആളുകളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ പൂർത്തീകരിച്ച് സമയം എടുത്ത് തവാഫ് ചെയ്ത് പിന്നെ സഈ രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ദുഹറിന് വാങ്ങി കൊടുത്ത്. ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് എണീക്കാൻ കഴിയുന്നില്ല, അത്രയും പെയിന്. പിന്നെയാണ് സഈ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പരിശ്രമമാണ്. അങ്ങനൊരു പരിശ്രമമായിരുന്നു പിന്നെ എന്ത് ചെയ്യല്, സഈ കംപ്ലീറ്റ് ചെയ്യലുന്നുള്ളത്. അറഫ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനോട് പറഞ്ഞു ഞാൻ സ്പിരിച്വലി പീക്കായിന്ന്. സഈ കംപ്ലീറ്റ് ചെയ്തതോടെ ഹജ്ജിൻ്റെ എന്തായി, നമ്മുടെ മെയിൻ കർമ്മങ്ങൾ റുക്കുനുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ പോയി മറുവേ പോയി അവിടെ ഞാൻ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് അന്ന് എനിക്ക് തോന്നി ഇന്ന് ഫിസിക്കലിയും എന്തായി പീക്കായി. മനുഷ്യൻ ശാരീരികമായിട്ടും സ്പിരിച്വലി ഒരു പീക്കിൽ നമ്മളെ കൊണ്ടുവന്നത് എന്ത് ചെയ്യും, ഹജ്ജ് നമ്മളെത്തിക്കും. നമ്മൾ അത്രയും നിസ്സാരത നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ഇൻസിഗ്നിഫിക്കൻസ്. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ ഏറ്റവും സംഭവമായ ആയത്തായിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് വിശ്രമമില്ല, അവന് ഉറക്കമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഗാംഭീര്യം നമുക്ക് എന്ത് ചെയ്യും, അപ്പം ഫീൽ ചെയ്യും. മനുഷ്യൻ ഹവയെ ഇലാഹാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നഫ്സിനെ തന്നെ ഇലാഹാക്കി എന്നതിൻ്റെ അർത്ഥം. ഞാൻ ഇലാഹാണെന്ന് അടിച്ച് പലപ്പോഴും ജീവിച്ചാൽ നമുക്ക് ഞാൻ ഇത്ര ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളൊരു ഫീല് നമുക്ക് ശരിക്കും എത്തിച്ചേരും. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പോൾ അമീറിൻ്റെ മെസ്സേജ് വന്ന് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ഞാനൊരു മൂലക്ക് വെട്ടിയിട്ട വാഴയെ പോലെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മൂപ്പര് വന്നിന്നെ നമ്മൾ കണ്ട് കൂട്ടിയെടുത്ത് നേരെ പോയി അടിച്ചത് നല്ല മട്ടൻ ബിരിയാണി അടിക്കണം എന്നുള്ള നീയത്ത് പോയി സാധനം വാങ്ങി. അങ്ങനെ അമീറിൻ്റെ കൂടെ മട്ടൻ ബിരിയാണി ആയി. ഇതിൽ ഞാൻ ഹജ്ജിൻ്റെ സെഷൻ ആയതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ യഥാർത്ഥ സ്വഭാവം നമ്മൾ എവിടെയാണെങ്കിലും കാണിക്കുന്നു പറഞ്ഞ പോലെ അമീറിനെ കൂട്ടി പലപ്പോഴായി അൽബൈക്കാണെങ്കിലും രാത്രി ക്ലോക്ക് ടവറിൽ കയറിയുള്ള ഫുഡ് അടിയാണെങ്കിലും ഇതിനു മുമ്പും ശേഷമൊക്കെ പതിവായിരുന്നു. പറ്റുന്ന അവസരങ്ങളൊക്കെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമീർ നമ്മളെ കാണുമ്പോൾ തന്നെ അമീറിന് അറിയാം നമ്മളെ ഉദ്ദേശം എന്താന്ന്. അപ്പോൾ പറയും ഇഷ കഴിഞ്ഞിട്ട് അവിടുന്ന് കാണാമെന്ന് പറയും നമ്മളോട്. അങ്ങനെ ഹജ്ജിൻ്റെ റുക്കനുകൾ പൂർത്തിയായി അൽഹംദുലില്ലാ. പിന്നെ അങ്ങോട്ടുള്ളത് 3 ദിവസം മിനയിലുള്ള താമസമാണ്. മിന നമ്മളെ ഫേവറേറ്റ് പ്ലേസ് ആണല്ലോ, സ്കാരം കുറവ്. അപ്പം പിന്നെ മിനയിലേക്ക് പോകുന്നത് ഒരു ആകാശ മൂട്ടിലാണ്. നേരത്തെ പറഞ്ഞില്ല മദീന വിടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞേ. എന്നുള്ളതാണ് റസൂലിൻ്റെ നബി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളൊരു ഭയങ്കര വൈകാരികമായ നിലയിലാണ് അവിടെ ഉണ്ടാവുക. അവിടെ പോയിട്ട് നമുക്ക് കേൾക്കാനുള്ള കഥകളൊക്കെ മദീനക്കാരായ സഹാബികളുടെ അൻസാറുകളുടെ കഥകളായിരിക്കും. ഓരോന്നും നമുക്ക് എന്തുണ്ടാവും, കണ്ണിലെ വെള്ളം വരുന്ന രൂപത്തിലുള്ള കഥകളായിരിക്കും. ഒരു ഇമോഷണൽ ടൈമാണ്. പക്ഷേ ഹജ്ജ് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരു ഫീൽ എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ ആവണം കേട്ടോ, ചിലവർക്ക് ഭയങ്കര നേരെ തിരിച്ചുണ്ടാവാം. ഒരു ഭയങ്കര സെലിബ്രേറ്ററി മൂഡാണ്. പടച്ചോൻ്റെ അതിഥിയായി വന്ന് അൽഹംദുലില്ലാ പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് അപാരമായ അനുഗ്രഹം കൊണ്ട് കംപ്ലീറ്റ് പൂർത്തിയാക്കി ഒരു സെലിബ്രേറ്ററി മൂഡിലാണ് ഞാനൊക്കെ മിനയിൽ പോകുന്നത്. മിനയിൽ പോയി പിന്നെയാണ് ശരിക്കും നമുക്ക് ആ ഗ്രൂപ്പുമായിട്ട് ഒരു ഭയങ്കരമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്ന സമയം. കാരണം ഞാൻ മുമ്പൊക്കെ നമുക്ക് പള്ളിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, കർമ്മങ്ങൾ ഇബാദത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഭയങ്കരമായിട്ട് അടുത്തറിയാൻ പറ്റുന്ന സമയം ഈ രാത്രിക്കുള്ള അൽബേക്ക് വിസിറ്റുകൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ രാത്രി ഫുഡ് അടിക്കാൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന രാത്രി ലേറ്റ് ആയിട്ട് ഇരുന്ന് ഓർത്താനും പറയാം, അതൊക്കെ ആയിരിക്കും. പക്ഷെ മിനയിൽ എല്ലാവരും ഒന്നിച്ചാണല്ലോ. മറ്റേ ഹോട്ടൽ റൂമിൽ 4 ആളൊക്കെ കിട്ടുള്ളൂ. മിനയിൽ എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ ഒരുവിധം എല്ലാവരുടെയും ടേസ്റ്റുകൾ അറിയാം. ആര് കൂർക്കം വലിക്കും, ഒരാൾ കൂർക്കം വലിക്കുന്ന ടോൺ എന്താണ്, കാരണം ഒരു മറല്ലാതെ അടുത്തടുത്തടുത്തടുത്ത് അങ്ങോട്ട് ഉറങ്ങല്ലേ. എല്ലാവരും തമാശയായിട്ട് എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കണ്ട് ഹൃദ്യമായ ഒരു 3 ദിവസം. അതിൽ നമുക്ക് എന്തുണ്ട്, ആകെ ഉള്ളൊരു കർമ്മം എന്ന് വെച്ചാൽ ഈ ജമറാത്തുള്ള ഒരു കല്ലേറ് മാത്രമാണ്. പക്ഷെ ആ മിനയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്,
അമീർ മുമ്പ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്തത് ഒരു അപ്പോൾ ഇൽമിനോടുള്ള ദാഹം നിങ്ങൾക്ക് നിൽക്കരുത് എന്നും ആ ദാഹം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം ഉണ്ട് എന്നുള്ള രൂപത്തിൽ ഭയങ്കര രസകരമായ കുറേ സാധനങ്ങൾ അവിടുന്ന് കിട്ടി. അവിടുന്ന് ഒരുപാട് പ്ലാനുകൾ അങ്ങോട്ടുള്ള ഹാജിമാരുടെ ഒരു കളക്റ്റീവ് പ്ലാനും ഇൻഡിവിജ്വൽ പ്ലാനും ഒക്കെ നമ്മൾ ഫോം ചെയ്യും. അങ്ങനെയാണ് ഹജ്ജ് 3ാമത്തെ ജമറാത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. അങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ളവരൊക്കെ ഞങ്ങൾ പോയതിന് ഒരു ദിവസം ശേഷമാണ് വന്നത്. അതുപോലെ ഒരു ഫ്ലൈറ്റ് ഒരു ദിവസം മുന്നേ ആയിരുന്നു. 2 ദിവസം എറിഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് മക്കത്തേക്ക് യാത്രയായി. ഞങ്ങൾ UAE നിന്ന് പോയ ടീം 3ാമത്തെ ദിവസം കൂടെ അവിടെ നിന്ന് കല്ലിറക്ക കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് മക്കത്തേക്ക് പോയി. മക്കത്ത് ഒരു ദിവസം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചിങ്ങോട്ടുള്ള യാത്ര. ലാസ്റ്റിക്ക് എനിക്ക് തോന്നി എന്താണ് ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. അതാണ് ലാസ്റ്റിക്കൊന്ന് സ്പീഡാക്കിയത്. എന്തായാലും അൽഹംദുലില്ലാ അങ്ങനെയാണ് എൻ്റെ ഒരു ഹജ്ജ് അനുഭവം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആകെ ഇതിൽ ലീവ് ചെയ്യാനുള്ളൊരു സാധനം എന്താ വെച്ചാൽ ഹജ്ജിന് മുമ്പും ശേഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഹജ്ജിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്സ്. നിങ്ങളതിൽ ആദ്യത്തെ സ്റ്റേജിലുള്ള ആളുകളാണ്. ആ സാധനം ക്ലിയറായി കിട്ടുക, അവിടെ എത്തുക എന്നുള്ളത് വരെ നിങ്ങൾക്ക് എന്താണ് അതൊരു സ്ട്രഗിളാണ്. അതൊക്കെയും ഹജ്ജിൻ്റെ ഭാഗമാണ്. മീനയിൽ 2ാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമീറിൻ്റെ അടുത്താണല്ലോ കടത്തം. അമീർ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ഖുർആൻ ഇങ്ങനെ ഒതുക്കൊണ്ട് സൂറത്തുൽ ഹജ്ജിനെ കുറിച്ചിട്ടാണല്ലേ എന്ന് അന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അമീർ ചോദിച്ചു നീ ഇത്ര സൗകര്യം ഈ ഞാൻ പറയണതൊന്നും കേട്ടിട്ടില്ലേന്ന്. മൂപ്പരതിനുള്ള മുമ്പുള്ള ക്ലാസ്സുകളിലും ഞങ്ങൾക്ക് അയച്ചെന്ന ക്ലാസ്സുകളൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അനുഭവിച്ചാലേ നമുക്ക് ഇറങ്ങുള്ളൂ. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. അപ്പം അങ്ങനെ പടച്ചവൻ്റെ ആയത്തുകൾ കൽബുൻ സലീമോടുകൂടെ, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച കൽബുൻ സലീമോടുകൂടെ, സൗണ്ടായ ഹൃദയത്തോടുകൂടെ, നിർഭയത്വമുള്ള ഹൃദയത്തോടുകൂടെ, നാളെ മക്കളോ ധനമോ നമുക്ക് ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ ഇത്രയും പ്യുവറായ ഇഖ്ലാസുള്ള നല്ല കൽബോടുകൂടെ പടച്ചവനെ കാണുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം ഇന്ന് ക്ഷമയോടെ കേട്ടിരുന്ന നിങ്ങളോട് അങ്ങേയറ്റം നന്ദി പറയാണ്. ഇൻഷാ അല്ലാഹ്.